ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് തൃശ്ശൂർ ഹോംസ്. പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ വില്ല വരുന്നത് തൃശ്ശൂർ നടത്തറ ബൈപ്പാസിൽ നിന്നും വെറും 100 മീറ്റർ അകലെയാണ്. 4.25 സെൻറ്റിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ ഒരു വില്ല പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഏത് വേനലിലും വറ്റാത്തൊരു കിണർ വില്ലയ്ക്കുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുന്നത് വിസിറ്റിംഗ് ഹാളിലേക്കാണ്. വളരെ ആകർഷകമായ ഇന്റീരിയർ ആണ് വിസിറ്റിംഗ് ഹാളിൽ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ഏരിയയാണ്. വളരെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളൊരു വില്ലയാണ് ഇത്. ഇതാണ് ഒരു ബെഡ്റൂമിൻ്റെ സീലിംഗ് ആവട്ടെ, മറ്റുള്ള ഈ ഒരു വില്ലയുടെ എല്ലാ സീലിങ്ങുകളും അതിമനോഹരമായ രീതിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിന് നേരെയായി അടിപൊളി ഒരു വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു ബെഡ്റൂം. ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്നും പറയാനില്ല, സൂപ്പറായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ. ചിമ്മിനി അടുപ്പ് ഉൾപ്പെടെ എല്ലാം വളരെ ഭംഗിയായിട്ട്, വളരെ ആകർഷകമായ രീതിയിൽ തന്നെ അവർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണോട് ചേർന്ന് അത്യാവശ്യം സൗകര്യമുള്ള നല്ലൊരു വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂമും കൂടി ഈ വില്ലയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ പുകയില്ലാത്ത അടുപ്പും വർക്ക് ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അത്യാവശ്യം കൂടുതൽ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനുള്ള വലിയൊരു വാഷ് ബേസിൻ ഏരിയയും കൂടി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു ഹാളും സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ സീലിംഗ് ആണെങ്കിലും വളരെ ആകർഷകമായ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് മുകളിലത്തെ ഒരു ബെഡ്റൂം. മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. 4 ബെഡ്റൂമുകൾ അറ്റാച്ച്ഡാണ്. വളരെ ആകർഷകമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു വില്ലയുടെ ഇൻറ്റീരിയർ, ഒരു രക്ഷയുമില്ല. അപ്പോൾ നടത്തറ ബൈപ്പാസിൽ നിന്നും വെറും 100 മീറ്റർ അകലം മാത്രമുള്ള ഈ വില്ലയ്ക്ക്, അതും ഫുൾ ഇൻറ്റീരിയർ വർക്ക് ചെയ്ത ഈ ഒരു വില്ലയ്ക്ക് വരുന്നത് വെറും 75 ലക്ഷമാണ്. 2 കാറുകൾ യഥേഷ്ടം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും വില്ലയ്ക്കുണ്ട്. ഈ വില്ലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. അപ്പോൾ പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.